കഥകൾ പറയുന്നത് കേട്ട് വിശ്വസിക്കാനാവുന്നില്ല. ഇവിടെ എന്തിനായിരിക്കുന്നേ? വിളിച്ചു വന്നു അച്ചടക്കമുള്ള കുട്ടികളെ പോലെ. ഇവിടെ എന്തിനായിരിക്കുന്നേ? കൈനീട്ടം വാങ്ങാൻ. കൈനീട്ടം വാങ്ങാൻ. ഇല്ല, എന്റെ ചാനലും കൂടി കവർ ചെയ്തോളേ. ഇത് കൂടെ കവർ To the captain of the ship. കവർ ചെയ്യാം കേട്ടോ. ഹാപ്പി വിഷു സർ. കിട്ടിയ പെട്ടെന്ന് വരും സാർ. ചോറ് ഷൂട്ടിന് നമ്മുടെ ലൊക്കേഷൻ ഇവിടെ വെള്ളായണിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് സദ്യ അല്ല, പക്ഷേ പായസം ഉണ്ട്. സാറിൻ്റെ സ്പെഷ്യൽ പായസം ഉണ്ട്. നമ്മുടെ കടല പായസമാണ്. ഈ ലൊക്കേഷൻ്റെ അടുത്താണ് എൻ്റെ ചേച്ചിയുടെ വീടുള്ളത്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് അവർ ചെറിയ രീതിയിൽ സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകും. പക്ഷേ ഞാൻ അവിടെ കാണിച്ചാവേ. ഇവിടെ സദ്യയൊക്കെ എൻ്റെ ചേച്ചി ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലയൊക്കെ ഇട്ടിട്ട് വിളമ്പാനായിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് അവൾ. പിന്നെ അമ്മ ഇപ്പം വന്നിട്ടേ ഉള്ളൂ. ഇന്ന് നമ്മുടെ പാളയം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ പൊങ്കാലയായിരുന്നു. അപ്പോൾ അമ്മ രാവിലെ അവിടെ പൊങ്കാലയ്ക്ക് പോയിട്ടാണ് വന്നത്. അപ്പോൾ പൊങ്കാല പായസം അമ്മ ഇങ്ങനെ വിളമ്പാണ് സദ്യക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ അമ്മ ഒന്നുകൂടെ തുറന്ന് കാണിച്ചു തരാൻ പറഞ്ഞമ്മ തുറന്ന് കാണിച്ചാൽ എന്തൊരു മണം, എന്തൊരു ടേസ്റ്റ് എന്ന് പറയുക. പാൽപ്പായസമാണ്. അപ്പം അമ്മ അങ്ങനെ പാൽപ്പായസം ഒന്നും വെക്കാറില്ല, കൂടുതലും ശർക്കര പായസമൊക്കെയാണ് വെക്കാറ്. പക്ഷേ ഇന്ന് അമ്മ പാൽപ്പായസം വെച്ചു. ചേച്ചി പറഞ്ഞിട്ടായിരിക്കണം, കാരണം ചേച്ചി ഭയങ്കര ഇഷ്ടമാണ് പാൽപ്പായസം. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ ഈ സദ്യയൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോഴാണ് നമ്മൾ മിയക്കുട്ടിയായിട്ട് കുറച്ച് കളിയൊക്കെ കളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അക്കപ്പാട് ഇച്ചിരി സമയം കിട്ടിയിട്ടുള്ളൂ ലൊക്കേഷനിൽ നിന്ന്. പെട്ടെന്ന് പോവുകയും വേണം, സദ്യ കഴിക്കുകയും വേണം. അപ്പോൾ അതിനെ കൊണ്ടാക്കിയ ആൾ വെയിറ്റിംഗ് ആണ് പുറത്ത്. അവരവിടെ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു ഗ്ലാസ് പായസം പുള്ളിക്ക് കൊണ്ട് കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഈ സദ്യ വിളമ്പാനൊക്കെ എനിക്കറിയാം കേട്ടോ. അപ്പോൾ ആദ്യം എന്താണെന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇല ഇട്ടിട്ട് ആദ്യം ഇഞ്ചി, നാരങ്ങ, ഓർഡറെല്ലാം എനിക്കറിയാം. മാങ്ങാച്ചാറ് എല്ലാം എനിക്ക് ഓർഡർ വൈസ് എനിക്കെല്ലാം അറിയാം. ഞാൻ ഇതൊക്കെ നോക്കി കണ്ട് നിന്നിട്ടുണ്ട് പണ്ടൊക്കെ. അപ്പൂപ്പനൊക്കെ വിളമ്പാൻ നേരത്ത് ഞാനിത് നോക്കി നിൽക്കും ഇങ്ങനെ. അപ്പോൾ അടുത്ത് വിളിച്ച് പറഞ്ഞു തരും ഇങ്ങനെയാണ് ഓരോന്ന് ഇടേണ്ട രീതിക്ക് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എനിക്ക് ഓർഡറൊക്കെ അറിയാം. അപ്പോൾ ഞാനാണ് വീട്ടിൽ എന്ന് സദ്യ വെച്ചാലും ഓണത്തിനായിക്കോട്ടെ വിഷു ആയിക്കോട്ടെ, അപ്പോൾ ഞാനാണ് കറക്റ്റ് ഓർഡർ വൈസ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നും ഞാൻ കറിയൊക്കെ മേടിച്ചു ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു 3 ഇല ഇട്ട കേട്ടോ, എന്നിട്ട് പിന്നീട് 6 ഇല ആക്കിയത്. കാരണം ഞങ്ങൾ 6 പേരേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലെ അതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 6 പേരായിട്ട് ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫീലെന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിഷു ആയിക്കോട്ടെ ഓണം ആയിക്കോട്ടെ
എല്ലാ ദിവസവും നമുക്ക് ഇതേപോലെ ഒന്നിച്ചിരുന്ന് കഴിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. നമ്മൾ പലരും പല ആവശ്യങ്ങളുള്ള ആൾക്കാരാണ്. ഞാൻ ആയിക്കോട്ടെ ജോലിയുണ്ട്, അച്ഛനും ജോലിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒന്നിച്ചിരുന്ന് കഴിക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ മിയക്കുട്ടിയുടെ ആദ്യത്തെ വിഷുവാണ്. ഒരുപാട് സന്തോഷമുണ്ട്. അവളുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അവർക്ക് ഇങ്ങനെ ചേട്ടനും ചേച്ചിയൊക്കെ ഇങ്ങനെ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തന്നെ കൊടുക്കാണ്ട് അറിയത്തില്ല, അതുകൊണ്ട് തന്നെ കൊടുത്തില്ല. പിന്നെ അമ്മ പായസം സെറ്റിലേക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. പൊങ്കാല പായസമാണ് ഞാൻ അവർക്ക് കൊണ്ട് കൊടുക്കാമെന്ന് വെച്ചത്. അങ്ങനെ സെറ്റിലേക്ക് പോവുകയാണ്. അവിടുന്ന് അവരെല്ലാവരും കൂടെ കഴിക്കുന്ന ഒരു വീഡിയോയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ലവ് യു ആൻഡ് ബൈ.